വയനാട് പുൽപ്പള്ളിയിൽ ജനവാസ മേഖലയിൽ ഇറങ്ങിയ നരഭോജി കടുവയ്ക്കായി തിരച്ചിൽ ഊർജിതമാക്കി വനം വകുപ്പ്. പത്തനംതിട്ട വടശ്ശേരിക്കര കുമ്പളത്താമണ്ണിൽ ഇറങ്ങിയ കടുവ കെണിയിൽ കുടുങ്ങി. കണ്ണൂർ അയ്യൻകുന്നിലെ ജനവാസ മേഖലയിലെത്തിയ കാട്ടാന ആറളം ഫാമിലേക്ക് കടന്നു. പുൽപ്പള്ളിയിലെ വിവിധയിടങ്ങളിൽ കടുവയുടെ സാന്നിധ്യം സ്ഥിരീകരിച്ചതോടെ ഒന്നിലധികം കടുവകൾ ജനവാസ മേഖലയിൽ എത്തിയിട്ടുണ്ട് എന്നുള്ള ആശങ്കയിലാണ് വനവകുപ്പ്. ഇന്ന് പുലർച്ചെ 1 മണിയോടെ പുൽപ്പള്ളി എരിയപ്പള്ളിയിലും കടുവയെ നാട്ടുകാർ കണ്ടു. രാത്രി 1 മണിയായപ്പോൾ ഞാൻ പുൽപ്പള്ളി ടൗണിലേക്ക് ഹോസ്പിറ്റൽ കേസുമായിട്ട് ബന്ധപ്പെട്ട് പോകുമ്പോഴാണ് ഇവിടെ എത്തുമ്പോഴത്തേക്ക് ഈ കടുവ റോഡ് ക്രോസ് ചെയ്ത് ഇമ്മീർ റോഡ് ക്രോസ് ചെയ്തിട്ട് താഴേക്ക് ഇങ്ങോട്ട് ഇറങ്ങുന്നത്. ഈ കടുവ കർണാടക വനം വകുപ്പിന്റെ ഡാറ്റാബേസിലുള്ളതാണോ എന്നറിയാൻ കൂടുതൽ പരിശോധന വേണമെന്ന് വനം മന്ത്രി AK ശശീന്ദ്രൻ പറഞ്ഞു. മറ്റു സ്ഥലത്ത് ഇന്നലെ മറ്റൊരു സ്ഥലത്ത് പാടുകൾ കണ്ടുവെന്നോ എന്ന് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ ആ ഭാഗത്തുള്ള നിരീക്ഷണവും ശക്തിപ്പെടുത്താൻ തീരുമാനിച്ചു. അവിടെ കൂട് വെക്കേണ്ടി വന്നാൽ കൂട് വെക്കാനും മയക്കുവെടി വെക്കേണ്ടി വന്നാൽ വെക്കാനുള്ള നിർദ്ദേശങ്ങളും ഇതിനകം തന്നെ കൊടുത്തിട്ടുണ്ട്. അപ്പം മുൻകരുതലുകളെല്ലാം തന്നെ കാലതാമസമില്ലാതെ നടക്കുന്നുണ്ടെന്നാണ് എൻ്റെ ഒരു തോന്നൽ. പത്തനംതിട്ട വടശ്ശേരിക്കര കുമ്പളത്താമണ്ണിൽ നിരവധി വളർത്തുമൃഗങ്ങളെ കൊന്ന കടുവ കൂട്ടിലകപ്പെട്ടു. വനം വകുപ്പ് സ്ഥാപിച്ച കൂട്ടിലാണ് കടുവ കുടുങ്ങിയത്. കണ്ണൂർ അയ്യങ്കുന്നിലെ ജനവാസ മേഖലയിലെത്തിയ കാട്ടാന ആറളം ഫാമിലേക്ക് കടന്നതായാണ് വിവരം. അതുവഴി വനത്തിലേക്ക് നീങ്ങുമെന്ന പ്രതീക്ഷയിലാണ് വനവകുപ്പ്. അയ്യങ്കുന്ന് പ്രദേശത്തെ 4 വാർഡുകളിലും നിരോധനാജ്ഞ പ്രഖ്യാപിച്ചിട്ടുണ്ട്. പത്തനംതിട്ട കോന്നി ചെങ്ങറ സമരഭൂമിയിൽ കാട്ടാനയെ ചരിഞ്ഞ നിലയിൽ കണ്ടെത്തി. കല്ലാറ്റിന് സമീപമാണ് ആനയെ ചരിഞ്ഞ നിലയിൽ കണ്ടെത്തിയത്. വിവിധ ബ്യൂറോകൾക്കൊപ്പം മീഡിയ 1 വയനാട്.